ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ പഠിക്കുവാണെങ്കിൽ എന്തൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ആക്ച്വലി ഈ AI ഉള്ള സമയത്ത് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇതിൽ പറയുന്നത്. മെയിൻ ഫോക്കസ് ആയി നിങ്ങൾ കോഴ്സിൽ പഠിക്കേണ്ടത് സ്ട്രാറ്റജി ബിൽഡിംഗ് ആണ്. എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേഷൻ, കോണ്ടന്റിന്റെ സ്ക്രിപ്റ്റ്, കോണ്ടന്റ് ഐഡിയാസ്, ഇതെല്ലാം ഒരു പരിധി വരെ നമുക്ക് AI ഓൾറെഡി ഈസി ആയി തരുന്നുണ്ട്. പക്ഷേ ആ ഒരു ഐഡിയ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴും തരുന്ന ഐഡിയ തന്നെയാണ് നിങ്ങളുടെ ഫ്രണ്ട് സെർച്ച് ചെയ്യുമ്പോൾ തരുന്ന ഐഡിയ. സെയിം ഐഡിയാസ് ആണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ കമ്പനിയും ഒരേപോലത്തെ ഐഡിയ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ ഐഡിയയിൽ മോഡിഫിക്കേഷൻസ് ചെയ്യാൻ പറ്റണം. അവർ കുറേ ഇൻപുട്സ് തരും. ആ ഇൻപുട്സ് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും നമ്മുടെ തിങ്കിങ് സ്കില്ലും യൂസ് ചെയ്ത് ബെറ്റർ ആക്കുക എന്നുള്ളൊരു സ്കില്ലാണ് ഡിജിറ്റൽ മാർക്കറ്ററിന് ഇപ്പോഴത്തെ ഒരു ടൈം പീരീഡിൽ വേണ്ടത്. അതായത് സ്ട്രാറ്റജി ബിൽഡിംഗ്, ആഡ്സിൻ്റെ സ്ട്രാറ്റജി, കോണ്ടന്റിൻ്റെ സ്ട്രാറ്റജി, SEOയുടെ സ്ട്രാറ്റജി, അങ്ങനെ എല്ലാ ഏരിയാസിലും സ്ട്രാറ്റജി എത്രത്തോളം ഡിഫറൻറ്റും യുണീക്കും ആക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫ്രീലാൻസിങ് ആണ് ചെയ്യുന്നതെങ്കിൽ വേറെ ഫ്രീലാൻസേഴ്സ് കൊടുക്കാത്ത ഒരു ഡിഫറൻറ്റ് ഐഡിയ നിങ്ങൾക്ക് ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റും. ഇതെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കരിയർ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ സ്ട്രാറ്റജി ബിൽഡിംഗ് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കുക. രണ്ടാമത്തത്, ഇപ്പോൾ AI യൂസ് ചെയ്ത് നമുക്ക് എല്ലാ കാര്യം കുറച്ചും കൂടെ ഫാസ്റ്ററായി ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നേരത്തെ നമ്മളൊരു 1 hour എടുത്ത് ചെയ്തിരുന്നൊരു ടാസ്ക് AIയുടെ ഹെൽപ്പോട് കൂടി എന്തായാലും അരമണിക്കൂറിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമല്ലോ. അല്ലെങ്കിൽ AI കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആവുക എന്നുള്ളതും രണ്ടാമത്തെ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എത്രത്തോളം എഫിഷ്യൻ്റ് ആയി ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ AI നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയാം എന്നുള്ളതും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. സോ നിങ്ങളൊരു കോഴ്സ് നോക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു 1-on-1 ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ് വേണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കോഴ്സിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ട്രാറ്റജി ബിൽഡിംഗ്. സ്ട്രാറ്റജി ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു ഗ്രൂപ്പ് ക്ലാസ് ആയിട്ട് എടുക്കുമ്പം എല്ലാവർക്കും പല പല ഐഡിയാസ് ആയിരിക്കുമല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ പറയുന്ന കാര്യം ഒരേപോലെ പിക്കപ്പ് ചെയ്യാൻ പറ്റുമെന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ കോഴ്സ് 1-on-1 ട്രെയിനിങ് ആയിട്ട് വെച്ചേക്കുന്നത്. നമുക്കുള്ളത് ഇൻഡിവിജ്വൽ ക്ലാസ് മാത്രമാണ് ഉള്ളത്. ഇൻഡിവിജ്വൽ ക്ലാസ്സിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഇതെല്ലാം ചെയ്യാനുള്ള ടാസ്ക് ഉണ്ട്. ആഡ്സ് നിങ്ങൾ റൺ ചെയ്യുന്നുണ്ടാവും, എമൗണ്ട് സ്പെൻഡ് ചെയ്ത് റൺ ചെയ്യുന്നുണ്ടാവും, അത് ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ടാവും. പെർഫോമൻസ് മാർക്കറ്റിംഗിന്റെ ബേസ് വരെയുള്ള ടോപ്പിക്സ് ആണ് നമ്മുടെ കോഴ്സിൻ്റെ അകത്ത് കവർ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജി ബിൽഡിംഗ് ആണ് നമ്മൾ കോഴ്സിൽ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്. ബിക്കോസ് AI എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിൽ സ്ട്രാറ്റജി നല്ലപോലെ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാൾക്കാണ് വെയിറ്റേജ് കൂടുതൽ. സോ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് കമന്റ് ഇൻ ദിസ് വീഡിയോ ഓർ മെസ്സേജ് മീ, ഐ വിൽ ഷെയർ മോർ ഡീറ്റെയിൽസ്.